ഹായ് നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പഴയകാല തീന്മേശയിലെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളിലൊന്നായ നാട്ടിലൊക്കെ അന്യം നിന്ന് പോയിട്ടുള്ള ഒരു ഫലവൃക്ഷത്തെക്കുറിച്ചാണ്. ഈന്ത്. അതാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈന്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും സുലഭമായി കിട്ടിയിരുന്ന ഭക്ഷണങ്ങളിൽപ്പെട്ട ഒരു സംഗതിയായിരുന്നു ഈന്തിൻ്റെ പൊടി അല്ലെങ്കിൽ ഈന്ത് എന്ന് പറയുന്ന സാധനം. ഇന്ന് അരി ഭക്ഷണം കൊണ്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ അരി കൊണ്ടുണ്ടാക്കുന്ന പൊടി കൊണ്ടുണ്ടാക്കുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ അന്ന് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അന്ന് ഈന്ത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിച്ചിരുന്നു. കാരണം അതിന് കാശ് കൊടുക്കാതെ തന്നെ പറമ്പുകളിൽ സുലഭമായി അങ്ങും ഇങ്ങും ഇഷ്ടം പോലെ ഇതിൻ്റെ കായകളും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാക്കുന്നു അതിനൊക്കെ പുറമെ നമ്മുടെ കല്യാണ വീടുകളിൽ അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഓലകൾ ഉപയോഗിക്കും. നമ്മൾ തന്നെ കുട്ടികളാകുന്ന കുട്ടിക്കാലത്ത് ഇതിൻ്റെ കൊച്ചു വീടുകൾ ഉണ്ടാക്കി കളിക്കുന്ന ഒരു കളികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പഴയ തലമുറയുടെ ആ ഒരു സംഗതി പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സാധനമൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആദ്യമായിട്ട് നമ്മളെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം. അതിന് ആ തരത്തിലേക്ക് വന്ന ഒരു സംഗതിയാണ് ഞാനിപ്പോൾ ഈ കവറിലാക്കിയിട്ടൊക്കെ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നട്ടുപിടിപ്പിച്ച ഒരു തയ്യാണിത്. ഞാൻ നേരത്തെ കുറച്ച് മുമ്പേ ഇതേപോലെ കവറിലൊക്കെ ആക്കി വെച്ചിരുന്നില്ല. കവറിലൊക്കെ ഇതൊക്കെ ആക്കി വെച്ച് നന്നാക്കി എടുത്ത ഒരു തയ്യാണിത്. ഇത് അത്യാവശ്യം ഇപ്പോൾ ചെറിയ മരമായിട്ട് കുഞ്ഞു മരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ വീട്ടിൻ്റെ പറമ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ടൊക്കെ കിട്ടിയത് ഞാൻ പറിച്ചു കൊണ്ടുവന്ന് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചതുപോലെ അവിടെയുള്ള ചട്ടിയിലും കവറിലും ഒക്കെ ആക്കി വെച്ച് കുറച്ചൊന്ന് നന്നായി വൃത്തിയിൽ ഭംഗിയിൽ ഇങ്ങനെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ വീടിനോട് ചാരിയിട്ടൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിരനിരയായിട്ട് വെച്ച് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗി ഉണ്ടായിരിക്കും. നാളെ പിറ്റേന്ന് നമുക്കതൊരു ഉപകാരം കൂടിയായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ഈ സാധനം ഈന്ത് സാധാരണക്കാർ പറയാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 10 വർഷം താഴോട്ട് വളരുകയും 10 വർഷം മുകളിലോട്ട് വളരുകയും ചെയ്യുന്നതാണ് സാധാരണ പറയാറ്, പഴമക്കാരൊക്കെ പറയാറ്. അതായത് ഇതിൻ്റെ ഫലം കിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് എന്നർത്ഥം. അതാണ് അതിൻ്റെ ശരി. പക്ഷേ ഇപ്പോൾ പല ഭാഗങ്ങളിലും അപ്പോൾ നമ്മളൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ കാണാൻ പറ്റും, പല ഭാഗങ്ങളിലും ഇപ്പോൾ 10 വർഷം കൊണ്ട്. കാരണം ഇതിനൊരു വളവും നമ്മൾ ആരും ഒരു കാലത്തും കൊടുക്കാറില്ല. അതങ്ങനെ ഒരു പറമ്പിൻ്റെ ഏതെങ്കിലും ഒരു മൂലക്കൽ ഇങ്ങനെ വളരുക, വലുതാവുക, അത് എപ്പോഴെങ്കിലും കാലത്ത് ഏതെങ്കിലും കായ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ കണ്ടിരുന്നത്. പക്ഷേ അന്ന് പഴയ കാലങ്ങളിൽ മൊത്തത്തിൽ ഇതന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആര് വളരുന്നു ഏതാണ് വളരാത്തതെന്നൊന്നും നമ്മൾ നോക്കാറില്ല. പക്ഷേ ഇപ്പോൾ നട്ട് പരിപാലിച്ച് നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കേട്ടറിഞ്ഞത് 10 വർഷം കൊണ്ട് തന്നെ ഈന്ത് കായ്ഫലം ലഭിക്കും എന്നുള്ളതാണ്. ഇത് നമ്മുടെ പറമ്പിൻ്റെ പല ഭാഗങ്ങളിലുള്ള ഈന്തുകളിലൊന്നാണിത്. അപ്പോൾ നമുക്ക് ഇതിനൊരു വളമോ ഒന്നും നമ്മൾ നൽകിയിട്ടേ ഇല്ല. ഇപ്പോൾ ഇതിൻ്റെ ഓലകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ തരത്തിലുള്ള അപ്പോൾ ഈ മരം നോക്കും നിങ്ങൾ, ഇത് നിറയെ കായ്ച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക തരം ഭംഗിയില്ല. ഇത് ചെറുതായിട്ട് നിന്ന് കായ്ച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അലങ്കാരമായിട്ട് നമ്മുടെ ഗാർഡനിൽ പോലും കുറച്ച് ഇടവിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതേ തരത്തിലുള്ള ഓലകൾ വെച്ചിട്ടുള്ള പല ചെടികളും നമ്മൾ നട്ടു വളർത്താറുണ്ട്. ഒരു കായ്ഫലം പോലും നമുക്ക് അതിന് കിട്ടാറില്ല. പക്ഷേ മറിച്ച് ഇത് നമ്മൾ വെച്ച് പിടിപ്പിച്ചാലും അത്ര കണ്ട് വലുതാകുകയുമില്ല, എന്നാലോ നല്ല അഴകോടുകൂടി നമ്മളത് നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കവറിലൊക്കെ കിട്ടുന്നതൊക്കെ ആക്കി നല്ല രീതിയിൽ വളർത്തി വലുതാക്കി ഒക്കെ ആക്കി കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗി ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായി തന്നെ നേട്ടം കൂടിയുള്ള ഒരു സംഗതിയും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ കായ എടുത്തിട്ടാണ് നമ്മളിത് പഴുത്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ കായ പറിച്ചത് മൂത്തിട്ടില്ല, എന്നാലും കാണിച്ചു തരാം. ഈ തരത്തിലുള്ള കായകൾ പഴുത്തതിന് ശേഷമാണ് മറ്റുള്ള സംഗതികളൊക്കെ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതിനെ നട്ടു വളർത്തി പരിപാലിക്കുക, നല്ലവണ്ണം കൃഷി ചെയ്യുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.